നമസ്കാരം. കൽഹാരയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദിശങ്കരൻ്റെ നാട് കാലടി. കാലടിയുടെ കാവൽ ദേവത എന്നറിയപ്പെടുന്ന പുത്തൻകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. പുത്തൻകാവിലമ്മയുടെ വിശേഷങ്ങളുമായി നമുക്ക് നമ്മുടെ അധ്യായം തുടങ്ങാം. സർവമംഗളദായിനിയായ പരാശക്തിയുടെ പവിത്ര സങ്കേതമാണ് ശ്രീ പുത്തൻകാവ് ഭദ്രകാളി ക്ഷേത്രം. ഇവിടെ കാവിലമ്മ കരുണാമയിയായും സർവാഭിഷ്ടപ്രദായിനിയായും സന്നിധാനം ചെയ്യുന്നു. ലോകമറിഞ്ഞ ലോകത്തെ അറിഞ്ഞ ജഗദ്ഗുരു ശ്രീ ശങ്കരൻ പുത്തൻകാവിലമ്മയുടെ വാത്സല്യം അനുഭവിച്ചറിഞ്ഞതായും മാതാവായ ആര്യാമ്പയ്ക്ക് അന്ത്യോപചാരങ്ങൾ അർപ്പിച്ച ശേഷം കാവിലമ്മയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിന് മുമ്പിലുള്ള ആലിൻ ചുവട്ടിൽ രാത്രി വിശ്രമം കൊണ്ടതായും പഴമക്കാർ പറയുന്നു. പുത്തൻകാവിലമ്മ കാലടിയുടെ മാത്രം കാവൽ ദേവതയല്ല, ഭക്തിപൂർവം ശ്രദ്ധയർപ്പിക്കുന്ന ഏവർക്കും നിത്യാനന്ദമരുളുന്ന ലോക അനുഗ്രഹകാരിയാണ് ഈ കാവിലമ്മ. ഞാൻ പുത്തൻകാവ് കാലടി പുത്തൻകാവ് ക്ഷേത്ര മേൽശാന്തി. ഇവിടെ ജനുവരി മകരച്ചൊവ്വയാണ് പ്രധാനമായിട്ട് ഉത്സവം നടക്കുക. 5 ദിവസത്തെ ഉത്സവമാണ്. 5-ാം ദിവസം അതേപോലെ പൊങ്കാല, അതേപോലെ 101 കരിക്കിൻ്റെ അഭിഷേകം, വൈകുന്നേരം ഗംഭീര ഘോഷയാത്ര, താലപ്പൊലിയുള്ള ഘോഷയാത്രകൾ. പിന്നെ ദേവിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞാൽ മുട്ടറക്കലും, അതേപോലെ കൈവട്ട കുരുതി, അതേപോലെ പുടവ സമർപ്പണം മംഗല്യ സിദ്ധിക്ക് വേണ്ടിയിട്ടും, അതേപോലെ വിവാഹം കഴിയാത്തവർക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പുടവ സമർപ്പിച്ചാൽ വിവാഹം നടക്കുമെന്നാണ് പ്രധാനം. അതേപോലെ ഗണപതിയുടെ അടുത്ത് മുക്കൂറ്റി കൊണ്ടുള്ള അർച്ചനയാണ് പ്രാധാന്യം. ഇപ്പോൾ ഒരു 10-25ഓളം ആൾക്കാർക്ക് ആ മുക്കൂറ്റി അർച്ചന നടത്തിയിട്ട് കുറേ ഫലങ്ങളുണ്ടായിട്ടുണ്ട്. ജോലി സംബന്ധമായുള്ള പ്രശ്നങ്ങൾ, അതുപോലെ വിവാഹ സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ തീരാനായിട്ടും മുക്കൂറ്റി കൊണ്ടുള്ള അർച്ചന പ്രാധാന്യമാണ്. അതേപോലെ കോടങ്കാവിലമ്മ, അവിടെ ഭദ്രകാളി, ദുർഗ, അയ്യപ്പൻ, അങ്ങനെ 3 പ്രതിഷ്ഠയാണ് ഒറ്റ ശ്രീകോവിലിൽ. ഭദ്രകാളിക്കാണെങ്കിൽ ആ ഭദ്രകാളിക്ക് കണ്ണ് കാണില്ല. പിന്നെ ദുർഗ, അയ്യപ്പൻ, ഇവിടെയും വെള്ള നിവേദ്യവും, അതേപോലെ പ്രാധാന്യമായിട്ട് അയ്യപ്പൻ്റെ നീരാഞ്ജനമൊക്കെയാണ് നീരാഞ്ജനം, എള്ളുപായസമൊക്കെയാണ് പ്രാധാന്യം. പിന്നെ ആയില്യം പൂജ, ഇതാണ് പ്രാധാന്യമായിട്ടുള്ളത്. വിശേഷാൽ നവരാത്രി ആഘോഷം, അതുപോലെ കർക്കിടകം. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു വർഷത്തോളമായിട്ട് എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒരു 10-15ഓളം ഭക്തന്മാർ വന്നിരുന്നിട്ട് സഹസ്രനാമർച്ചന എല്ലാ ചൊവ്വ വെള്ളി ദിവസം നടക്കണം. ഇതൊക്കെയാണ് പ്രാധാന്യമായിട്ട് പുത്തൻകാവിലമ്മയുടെ വഴിപാട് കാര്യങ്ങളൊക്കെ. നമസ്കാരം. കാവിലമ്മയുടെ സമീപവർത്തികളായി ശാസ്താവ്, വനദുർഗ, കോടങ്കാവിലമ്മ, ഗണപതി എന്നീ പ്രതിഷ്ഠകളും ഈ 2 ക്ഷേത്രങ്ങളുടെ മധ്യത്തിൽ ഉപമൂർത്തിയായി കണ്ടകാരച്ചനും സമീപത്തായി നാഗരാജാവ്, നാഗയക്ഷി എന്നീ മറ്റു ഉപദേവ പ്രതിഷ്ഠകളുമാണ് ഉള്ളത്. കാലടി ദേവസ്വം ഊരാൺമയാണ് ഈ ക്ഷേത്ര കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവം നടത്തുന്നത് മകരച്ചൊവ്വ മഹോത്സവ സമിതിയാണ്. Hallelujah.
ഭഗവാനെ പള്ളിയും മഴമൂടായസ് ഒരുപോലെ വാഴട്ടെ ആസ്വദിക്കുക. ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല പ്രശ്നചിന്തയിൽ കോടങ്കാവിൽ അമ്മയോടുള്ള നിരന്തരമായ പ്രാർത്ഥനയും ഭക്തിയും സന്താനലബ്ധിക്ക് വളരെ വിശേഷമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ ദേവിയുടെ പൂർവ്വപ്രതിഷ്ഠ കാലടിയുടെ ഹൃദയഭാഗത്ത് ഇപ്പോൾ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന ആലിൻ്റെ ചുവട്ടിലായിരുന്നു. ഇന്നു കാണുന്ന ഈ ക്ഷേത്ര സങ്കേതം കൊല്ലവർഷം 1080 ആണ്ടിൽ പുനർനവീകരിച്ച് പുനഃപ്രതിഷ്ഠ ചെയ്യപ്പെട്ടതാണ്. പുത്തൻകാവിൽ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.